നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കേൾക്കേണ്ടതില്ല. ഓരോ രാശിയിലും വരുന്ന നാളുകളും അത് ആരംഭിക്കുന്ന സമയവും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനാൽ ആ സമയം മുതൽ കേട്ടാൽ മതിയാകും. മേടം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 11-ാം ഭാവത്തിൽ വരുന്നതിനാൽ ആരോഗ്യപരമായി ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യത്തിന് സാധാരണയേക്കാൾ അല്പം മികച്ചതായിരിക്കും. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ മാനസികമായും ശാരീരികമായും വളരെ ആരോഗ്യവാന്മാരാകും. നിങ്ങൾ മദ്യം കഴിക്കുന്നത് ഒഴിവാക്കണം, അല്ലാത്തപക്ഷം ആരോഗ്യം മോശമാകാം. പങ്കാളിത്ത ബിസിനസ് രാശിക്കാർക്ക് ഈ ആഴ്ച നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ ചതിക്കാനും നിങ്ങളുടെ പണവുമായി ഒളിച്ചോടാനും സാധ്യത കാണുന്നു. അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാട് നടത്തുമ്പോൾ പേപ്പർ വർക്ക് ശരിയായി പരിശോധിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ ചില ജോലികൾ കാരണം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നും. ഇത് കുടുംബാന്തരീക്ഷത്തിൽ സമാധാനം കൈവരുത്തുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ബഹുമാനം വീട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 3-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ചയിൽ നിങ്ങളുടെ ഔദ്യോഗിക കാര്യത്തിൽ മികച്ച ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് റാങ്കിൽ വർധനവ് നേടാനും അതുപോലെ തന്നെ നിങ്ങളുടെ അച്ചടക്കത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ശക്തിയെ അടിസ്ഥാനമാക്കി ശമ്പള വർധനവ് നേടാനും കഴിയും. ഈ ആഴ്ച വിദ്യാർത്ഥികൾ അവരുടെ മനസ്സിൽ അസ്വസ്ഥത അനുഭവപ്പെടാം. കുടുംബത്തിൽ ഒരു പരിപാടി നടക്കും എന്നതായിരിക്കും ഇതിന്റെ പ്രധാന കാരണം. ഈ സമയത്ത് സമയം പാഴാക്കുന്നതിനുപകരം നിങ്ങൾ പഠിക്കുന്നതാണ് നല്ലത്. ഈ ആഴ്ച നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉയരും. നിങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ ജോലികളും ഒഴിവാക്കുക. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തലുകളുടെ ഒരു പരമ്പരയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ അസ്തിത്വത്തിൽ ആധിപത്യം പുലർത്തുന്ന ആവർത്തിച്ചുള്ള തൊഴിൽപരമായ മാറ്റങ്ങളെക്കുറിച്ച് ധാരാളം പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. അത്തരം പ്രവണതകൾ അടുത്ത 3 മാസത്തിനുള്ളിൽ കൂടുതൽ തീവ്രമായി വളരും. അമിതസമ്മർദ്ദം കൂടാതെ തന്നെ ചുമതലകൾ നിർവഹിക്കാനാവും. കൃത്യമായ കണക്കുകൂട്ടലുകൾക്കൊപ്പം കർമ്മരംഗത്തെ മുൻപരിചയവും തുണയ്ക്കുന്നതാണ്. സഹജമായ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് അനുമോദിക്കപ്പെടും. ചന്ദ്രശുക്രയോഗം വാക്കുകൾക്ക് മസൃണത്വമരുളും. തൊഴിലിടത്തിലും പുറത്തും നല്ല രീതിയിൽ സഹകരണം ലഭിക്കുന്നതാണ്. ചിലരുടെ തെറ്റിദ്ധാരണകൾ നീങ്ങുന്നതായിരിക്കും. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നവാരംഭങ്ങൾക്ക് മുതിരാതിരിക്കുക ഉത്തമം. ഗാർഹികമായ കാര്യങ്ങളിൽ കൂടുതൽ കരുതലുണ്ടാവണം. ചില ഗ്രഹപ്പിഴകൾ ഒഴിഞ്ഞു തുടങ്ങുന്ന കാലമാണ്. വാക്കുകളിൽ നീതിയും ന്യായവും നിറയും. കൃത്യമായ ഇടപാടുകളും ഇടപെടലുകളും സമൂഹത്തിൽ ബഹുമാന്യത ഉയരാൻ കാരണമാകും. സൽക്കാര്യങ്ങളിൽ തടസ്സമുണ്ടാവില്ല. ആദരണീയരെ സന്ദർശിക്കുവാനാവും. ബിസിനസ്സിൽ ധനവരവ് തൃപ്തി തരും. ബന്ധങ്ങളുടെ ദാർഢ്യം നിലനിർത്തുന്നതാണ്. പ്രണയികൾക്ക് ആഹ്ലാദിക്കാനാവും. വിദ്യാർത്ഥികൾക്ക് വലിയ സമ്മർദ്ദങ്ങളുണ്ടാവില്ല. മക്കളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ ഉയരാനിടയുണ്ട്. വികാരക്ഷോഭം നിയന്ത്രിക്കപ്പെടണം. ജന്മനാട്ടിൽ പോകാനുള്ള യാത്രക്ക് തയ്യാറെടുപ്പുകൾ തുടരുന്നതാണ്. വാരാത്യം ജന്മനക്ഷത്രം ആകയാൽ ആശംസകളും പാരിതോഷികങ്ങളും ഭോജന സുഖവും ഉണ്ടാവും. സുഹൃത്തുക്കളെ സന്ദർശിക്കുന്നതാണ്. ഔദ്യോഗികമായി ശരാശരി നേട്ടങ്ങൾ ഭവിക്കുന്ന വാരമായിരിക്കും. സന്ദർഭോചിതമായ നടപടികൾ സ്വീകാര്യത ഉയർത്തുന്നതാണ്. ശത്രുക്കളെ അകറ്റാനാവും. സാമ്പത്തിക കാര്യങ്ങൾ മോശമാവില്ല. തൊഴിലിൽ വളർച്ചയുടെ കാലഘട്ടത്തിന് തുടക്കമാവും. ജോലിയില്ലാത്തവർക്ക് ചെറിയ വരുമാന മാർഗമെങ്കിലും തുറന്നുകിട്ടും. കുടുംബത്തിന്റെ പിന്തുണ വലുതായിരിക്കും. ഇടവം രാശി ഭക്ഷണത്തിൽ എരിവ് ചേർക്കുന്നത് ഭക്ഷണത്തെ രുചികരമാക്കുന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിൽ ചിലപ്പോൾ ഒരു ചെറിയ സങ്കടം പോലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരിതവുമില്ലെങ്കിൽ ഒരുപക്ഷേ നമുക്ക് സന്തോഷത്തിന്റെ യഥാർത്ഥ വില ആസ്വദിക്കാൻ കഴിയില്ല. ഈ ആഴ്ച സ്വയം ആരോഗ്യത്തോടും ശാന്തതയോടും ഇരിക്കാൻ ശ്രമിക്കുക. ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 4-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച മുഴുവൻ നിങ്ങളുടെ ശേഖരിച്ച മൂലധനം ചെലവഴിക്കുന്നത് ഒഴിവാക്കേണ്ടിവരും. ഈ സമയത്ത് നിങ്ങൾക്ക് വലിയ ലാഭമുണ്ടാകാനും ഭാവിയിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനും സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ചോദിക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ലാഭത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചുവെന്ന് അവർ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ മുന്നിൽ വിലകെട്ടതാകും. അതുപോലെ തന്നെ അവരുടെ മുന്നിൽ നിങ്ങൾ ലജ്ജിക്കേണ്ടിവരാം. ഒരു ചെറിയ അതിഥിയുടെ വരവിനെക്കുറിച്ചുള്ള സന്തോഷവാർത്ത ഈ ആഴ്ച കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉറപ്പാക്കും. ഇത് കുടുംബാംഗങ്ങളുടെ സാഹോദര്യവും വർദ്ധിപ്പിക്കും. അതിനാൽ ആഴ്ചാവസാനം കുടുംബത്തോടൊപ്പം ഈ സന്തോഷം ആഘോഷിക്കാം. ഈ ആഴ്ച നിങ്ങളുടെ ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും ഉപദേശങ്ങൾ ജോലിയിൽ പാലിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെടും. പക്ഷേ നിങ്ങൾക്ക് അവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഈ ആഴ്ച നിങ്ങൾക്ക് വളരെയധികം പ്രശ്നമുണ്ടാക്കാം. ഈ സമയത്ത് ഏതെങ്കിലും ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സമയം അവർക്ക് ശുഭകരമായിരിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ എല്ലാ രേഖകളും മുൻകൂട്ടി ശേഖരിക്കുകയും അതിനുശേഷം എന്തിനും അപേക്ഷിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സൗരചാർട്ടിലെ അവസ്ഥകൾ ഇപ്പോൾ വളരെ സവിശേഷമാണ്. സമീപകാലത്തേക്ക് തിരിഞ്ഞുനോക്കുമ്പോൾ നിങ്ങളെ ഒരു യാത്രക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ചാടാൻ കഴിയുമെന്ന് കരുതുന്ന സഹപ്രവർത്തകരെയും ഒപ്പമുള്ളവരെയും നിങ്ങൾ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് അഭിമാനിക്കാം. വാരാത്യം ജന്മനക്ഷത്രം ആകയാൽ ആശംസകളും പാരിതോഷികങ്ങളും ഭോജന സുഖവും ഉണ്ടാവും.
സുഹൃത്തുക്കളെ സന്ദർശിക്കുന്നതാണ്. ഔദ്യോഗികമായി ശരാശരി നേട്ടങ്ങൾ ഭവിക്കുന്ന വാരമായിരിക്കും. സന്ദർഭോചിതമായ നടപടികൾ സ്വീകാര്യത ഉയർത്തുന്നതാണ്. ശത്രുക്കളെ അകറ്റാനാവും. സാമ്പത്തിക കാര്യങ്ങൾ മോശമാവില്ല. തൊഴിലിൽ വളർച്ചയുടെ കാലഘട്ടത്തിന് തുടക്കമാവും. ജോലിയില്ലാത്തവർക്ക് ചെറിയ വരുമാന മാർഗമെങ്കിലും തുറന്നുകിട്ടും. കുടുംബത്തിന്റെ പിന്തുണ വലുതായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് സംതൃപ്തിയുള്ള വാരമായിരിക്കും. സഹോദരാനുകൂല്യം ഉണ്ടാവുന്നതാണ്. കാര്യനിർവഹണത്തിൽ സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് ഗ്രഹാനുകൂല്യം ഇല്ലെന്നത് ഓർമ്മ വേണം. മനസ്സിൽ അകാരണ വിഷാദം തലപൊക്കാം. ബിസിനസ്സിനായി കടം വാങ്ങുന്നത് ദോഷമുണ്ടാക്കും. കുടുംബകാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും. അനുഷ്ഠാനങ്ങൾ വിധിയാവണ്ണം നിർവഹിക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഭവിക്കും. പുതിയ തലമുറയുടെ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ തീരുമാനിച്ചേക്കും. ശത്രുപദ്രവം ഉണ്ടാവാം. കാര്യങ്ങൾ എത്ര ശ്രമിച്ചാലും വേഗതയിലെത്തില്ല. ചിലരുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ലഭിക്കും. എന്നാൽ പിന്നീട് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നാനിടയുള്ളതിനാൽ കരുതലോടെ കൈക്കൊള്ളേണ്ടതുണ്ട്. മകന്റെ വിദ്യാഭ്യാസകാര്യത്തിൽ ആശാവഹമായ മാറ്റം പ്രതീക്ഷിക്കാം. ഏജൻസി ഏർപ്പാടിൽ ലാഭം കുറയില്ല. ഉദ്യോഗസ്ഥർക്ക് അധികഭാരം വരാനിടയുണ്ട്. പ്രണയവിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാവും. വാഹനത്തിന്റെ അറ്റകുറ്റത്തിന് കരുതിയതിലും ചെലവുണ്ടാവുന്നതാണ്. മിഥുനം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 9ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ഒരു കുടുംബാംഗത്തിന്റെ ആരോഗ്യക്കുറവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളെ വേദനിപ്പിക്കും. ബിസിനസ് രാശിക്കാർക്ക് ഈ ആഴ്ച നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുതന്നെ നിങ്ങളെ മുമ്പ് ചതിച്ച ഒരാളെ നിങ്ങൾ വിശ്വസിക്കരുത്. കൂടാതെ നിങ്ങളുടെ പണമിടപാടുകളിൽ നിങ്ങൾ ജാഗ്രത പാലിക്കുക. ഈ ആഴ്ച കുടുംബത്തിൽ നിങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കില്ല. പ്രധാനപ്പെട്ട പല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ അവരുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത് നല്ലതാണ്. ഈ ആഴ്ച നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളുണ്ടാകും. അതിനാലാണ് നിങ്ങളുടെ മനോഭാവവും ഒരു പരിധിവരെ അസ്ഥിരമായി തുടരാം. തൽഫലമായി നിങ്ങളുടെ ഈ മനോഭാവം കാരണം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിവരും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ കുറച്ച് മാന്യത പാലിക്കുകയും മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്യുക. ജോലിമാറ്റത്തിന് കാത്തിരിക്കുന്ന രാശിക്കാർക്ക് ഈ ആഴ്ച നല്ല ഫലങ്ങൾ ലഭിക്കും. ഈ സമയത്ത് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണും. അത് നിങ്ങളുടെ കുടുംബവുമായും നിങ്ങളുടെ അടുത്തവരുമായും ആഘോഷിക്കാൻ തീരുമാനിക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നിങ്ങൾ സന്തോഷത്തോടെ പങ്കിടുമ്പോൾ അവയ്ക്ക് മധുരപലഹാരങ്ങൾ നൽകേണ്ടതാണ്. ഈ ആഴ്ച പല വിദ്യാർത്ഥികൾക്കും ധാരാളം ഒഴിവ് സമയം ലഭിക്കും. അത് ശരിയായി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അറിവ് വർദ്ധിപ്പിക്കാൻ കഴിയും. അത്തരമൊരു സാഹചര്യത്തിൽ ആ ഒഴിവ് സമയം ഉറങ്ങുകയോ സുഹൃത്തുക്കളുമായി ഉല്ലസിക്കുകയോ ചെയ്യരുത്. പകരം ഒരു പുസ്തകം വായിക്കുക അല്ലെങ്കിൽ ഒരു കോഴ്സിൽ പ്രവേശനം നേടിക്കൊണ്ട് നിങ്ങളുടെ സമയം ഉചിതമായി ഉപയോഗിക്കുക. വളരെ സൗകര്യപ്രദമായി വ്യാഴം ഇപ്പോൾ അതിന്റെ ദയയുള്ള ശക്തികളെ നിങ്ങളുടെ ദിശയിലേക്ക് അയക്കുന്നു. ഈ ഉദാരമായ ഗ്രഹം നിങ്ങൾക്ക് കൊണ്ടുവന്ന വാഗ്ദാനം നിറവേറ്റാൻ നിങ്ങൾക്ക് കൃത്യമായി 7 മാസമുണ്ടെന്നാണ് ഇതിനർത്ഥം. നിങ്ങൾ ഒരു സാധാരണ മിഥുനരാശി വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അസ്വസ്ഥത അനുഭവപ്പെടാം. പക്ഷേ അത് പ്രതീക്ഷിക്കേണ്ടതാണ്. ശത്രുപദ്രവം ഉണ്ടാവാം. കാര്യങ്ങൾ എത്ര ശ്രമിച്ചാലും വേഗതയിലെത്തില്ല. ചിലരുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ലഭിക്കും. എന്നാൽ പിന്നീട് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നാനിടയുള്ളതിനാൽ കരുതലോടെ കൈക്കൊള്ളേണ്ടതുണ്ട്. മകന്റെ വിദ്യാഭ്യാസകാര്യത്തിൽ ആശാവഹമായ മാറ്റം പ്രതീക്ഷിക്കാം. ഏജൻസി ഏർപ്പാടിൽ ലാഭം കുറയില്ല. ഉദ്യോഗസ്ഥർക്ക് അധികഭാരം വരാനിടയുണ്ട്. പ്രണയവിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാവും. വാഹനത്തിന്റെ അറ്റകുറ്റത്തിന് കരുതിയതിലും ചെലവുണ്ടാവുന്നതാണ്. കാര്യങ്ങൾ കുറച്ചൊക്കെ അനുകൂലമാവുന്നതാണ്. മുൻകരുതലുകൾ ഫലം കണ്ടുതുടങ്ങും. ഉദ്യോഗസ്ഥർക്ക് അധികാരികളുടെ നല്ല പുസ്തകത്തിൽ ഇടം പിടിക്കുന്നതിന് കഴിഞ്ഞേക്കും. ഭാവികാര്യങ്ങളിൽ ഇപ്പോൾ ചർച്ച അപ്രസക്തമാണ്. സ്ഥിതിഗതികൾ ക്രമേണ അനുകൂലമായേക്കാം എന്നതാണ് സാധ്യത. ബിസിനസ്സിലെ തന്ത്രങ്ങൾ വിപണിയിൽ ചെറുചലനങ്ങൾ സൃഷ്ടിച്ചേക്കും. അക്കാര്യത്തിൽ ഇനിയും ശ്രദ്ധ വേണം. ചികിത്സാമാറ്റം ജീവിതശൈലീ രോഗങ്ങൾക്ക് കുറച്ചൊക്കെ ആശ്വാസമേകുന്നതാണ്. വീടുമാറ്റത്തിന് അല്പം കൂടി കാത്തിരിക്കണം. പുരോഗമന ചിന്തകളുണ്ടാവും. എന്നാൽ പാരമ്പര്യത്തെ തീരെ തള്ളിപ്പറയാനും കഴിഞ്ഞേക്കില്ല. ഭൗതിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ആത്മീയ സാധനകൾക്കും നേരം കണ്ടെത്തുന്നതാണ്. ജോലിയിൽ സമാധാനം പുലരുന്നതായിരിക്കും. ക്രയവിക്രയങ്ങളിൽ നിയമസാധുത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആഡംബര കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കും. സാഹിത്യം, കല മുതലായവയിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ നടത്തും. ഉദ്യോഗസ്ഥർ ഫയലുകൾ നന്നായി പഠിച്ച് അഭിപ്രായം പറയുന്നതിനാൽ മേലധികാരികൾക്ക് സ്വീകാര്യതയുണ്ടാവും. കർക്കിടകം രാശി. സാമൂഹിക ഇടപെടലുകളേക്കാൾ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതുണ്ട്. ഇതിനായി ദിവസേന നടക്കുകയും പുറത്തുനിന്നുള്ള ഭക്ഷണം ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്വയം ആരോഗ്യത്തോടെയിരിക്കാൻ കഴിയും. നിങ്ങളുടെ പണം ലാഭകരമായി കണ്ടാലും ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റിയിലോ നിയമവിരുദ്ധമായ നിക്ഷേപത്തിലോ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. തുടക്കത്തിൽ നിങ്ങളുടെ പണം സുരക്ഷിതമായി കാണപ്പെട്ടാലും പിന്നീട് നിങ്ങൾക്ക് അതിൽ നിന്ന് വലിയ നഷ്ടമുണ്ടാകും. ഈ ആഴ്ച ചില പഴയ കേസ് കോടതിയിൽ നടക്കുകയാണെങ്കിൽ ആ കേസ് നിങ്ങൾക്ക് അനുകൂലമായി നടക്കും.
നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ശരിയായ ഫലം ലഭിക്കുന്നതുവരെ ക്ഷമയോടെ തുടരേണ്ടതാണ്. കൂടാതെ നിങ്ങളുടെ ജോലി കൃത്യസമയത്ത് നിർവഹിക്കുകയും സ്വതന്ത്രമായി ജീവിക്കുകയും ചെയ്യേണ്ടതിനാൽ ഓരോ നിമിഷവും പൂർണ്ണഹൃദയത്തോടെ ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 9-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ഏതെങ്കിലും തരത്തിലുള്ള സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാശിക്കാർക്ക് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടിവരാം. ഈ സമയത്ത് നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ജോലിയിൽ പ്രശ്നങ്ങൾക്ക് സാധ്യത ഒരുക്കാം. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് ഉപയോഗശൂന്യമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സമയം പാഴാക്കാം. ഈ തെറ്റ് മനസ്സിലാക്കുമ്പോൾ വളരെ വൈകും. അതിനാൽ നിങ്ങളുടെ അധ്യാപകരിൽ നിന്നും മുതിർന്നവരിൽ നിന്നും ശരിയായ മാർഗനിർദ്ദേശം നേടുകയും ശരിയായ ദിശയിലേക്ക് പോകുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭാഗ്യത്തിന്റെ ഗ്രഹമായ വ്യാഴം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ സവിശേഷമായ സജീവമായ സ്വാധീനം ചെലുത്തുന്നു. മാസാവസാനത്തോടെ നിങ്ങളിൽ ചിലർക്ക് മുൻകാല പ്രയത്നങ്ങൾക്കുള്ള പ്രതിഫലത്തിന്റെ സുഖകരമായ വശങ്ങൾ അനുഭവപ്പെടും. മറ്റുള്ളവർ പഴയ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്നതിനാൽ പ്രതീക്ഷയുടെ ഒരു മാറ്റം അനുഭവപ്പെടും. പുരോഗമന ചിന്തകളുണ്ടാവും, എന്നാൽ പാരമ്പര്യത്തെ തീരെ തള്ളിപ്പറയാനും കഴിഞ്ഞേക്കില്ല. ഭൗതിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ആത്മീയ സാധനകൾക്കും നേരം കണ്ടെത്തുന്നതാണ്. ജോലിയിൽ സമാധാനം പുലരുന്നതായിരിക്കും. ക്രയവിക്രയങ്ങളിൽ നിയമസാധുത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആഡംബര കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കും. സാഹിത്യം, കല മുതലായവയിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ നടത്തും. ഉദ്യോഗസ്ഥർ ഫയലുകൾ നന്നായി പഠിച്ച് അഭിപ്രായം പറയുന്നതിനാൽ മേലധികാരികൾക്ക് സ്വീകാര്യതയുണ്ടാവും. പ്രിയജനങ്ങളുടെ ഒത്തുചേരൽ സന്തോഷമേകും. പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനാവും. കിട്ടാനുള്ള ധനം കൈവരുന്നതാണ്. പഴയ കടബാധ്യത കുറക്കാനായേക്കും. വസ്ത്രാഭരണാദികൾ വാങ്ങും. വില കൂടിയ പാരിതോഷികങ്ങൾ ലഭിച്ചേക്കാം. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുന്നതാണ്. പ്രശ്നപരിഹാരത്തിന് സ്വയം മുൻകൈയെടുക്കും. ശുഭവാർത്തകൾ ശ്രവിക്കുന്നതിനാവും. കുടുംബാംഗങ്ങൾക്കൊപ്പം ആത്മീയ യാത്രകൾ നടത്തുന്നതാണ്. പ്രൈവറ്റ് സ്ഥാപനത്തിലെ ജോലിയിൽ ആശ്വാസം ഭവിക്കും. ഉന്നത വ്യക്തികളുടെ പരിചയം നേടും. ജന്മരാശിയിലെ ആദിത്യ ബുധ സഞ്ചാരം തടസ്സങ്ങൾ സൃഷ്ടിക്കാം. തൊഴിലിടത്തിൽ സമാധാനം കുറയുന്നതാണ്. ഭാരിച്ച ചുമതലകൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതായി വന്നേക്കാം. ഇഷ്ടപ്പെട്ടവരുടെ പിന്തുണ ലഭിക്കുന്നതാണ്. ഭോഗസുഖമുണ്ടാവും. പ്രണയം അഭംഗുരമായി തുടരുന്നതാണ്. വായ്പ കുടിശ്ശിക വരുത്താതെ അടയ്ക്കുന്നതാണ്. കുടുംബാംഗങ്ങളിൽ ചിലരുമായുള്ള പിണക്കം തുടരപ്പെടും. കലാപരമായ കാര്യങ്ങളിൽ വിജയമുണ്ടാവും. കൗതുകവസ്തുക്കൾ, ആഭരണങ്ങൾ ഇവ വാങ്ങാനിടയുണ്ട്. ബുധനും വ്യാഴവും പണച്ചെലവേറും. ശുഭാരംഭത്തിന് ഉചിത ദിവസങ്ങളല്ല. ചിങ്ങം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 8-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച സാമ്പത്തിക ജീവിതത്തിൽ വരുന്ന പല പ്രശ്നങ്ങളും നിങ്ങളുടെ ആരോഗ്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. സമ്മർദ്ദകരമായ സാഹചര്യങ്ങൾ മൂലം ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് വേവലാതിപ്പെടും. ഇതുമൂലം നിങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയും ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഈ ആഴ്ച മികച്ചതാകില്ല. പണവുമായി ബന്ധപ്പെട്ട നിരവധി ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടിവരും. ഈ സമയത്ത് നിങ്ങൾക്ക് പണം സ്വരൂപിക്കാനും കഴിയില്ല. ഇത് നിങ്ങളുടെ മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിക്കും. ഈ ആഴ്ച നിങ്ങൾ ഒരു വലിയ തീരുമാനം എടുക്കേണ്ടതുണ്ടെങ്കിൽ എന്തെങ്കിലും അന്തിമമാക്കുന്നതിനു മുമ്പ് തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിപ്രായം തേടേണ്ടതാണ്. നിങ്ങളുടെ സ്വന്തം തീരുമാനത്തിന് മാത്രമേ ചില പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. അത്തരമൊരു സാഹചര്യത്തിൽ മികച്ച ഫലങ്ങൾക്കും കുടുംബത്തിൽ ഐക്യം ഉണ്ടാകുന്നതിനും വീട്ടിലെ മുതിർന്നവരുടെ അനുഭവം പ്രയോജനപ്പെടുത്തുന്നതിനും എല്ലാ തീരുമാനങ്ങളിലും അവരുടെ ഉപദേശം സ്വീകരിക്കുകയും ചെയ്യുക. അതേസമയം അവിവാഹിതരായിരുന്ന രാശിക്കാർ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവർ പറ്റിക്കപ്പെടാൻ സാധ്യത ഉണ്ട്. ഈ ആഴ്ച നിങ്ങൾ ഒരുപാട് പണം ആവശ്യമായ ഏതെങ്കിലും ജോലിയിൽ കൈവയ്ക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഏത് നടപടിയും സ്വീകരിക്കുന്നതിനു മുമ്പ് നിങ്ങൾ അതിനെക്കുറിച്ച് ശരിയായി ചിന്തിക്കേണ്ടതുണ്ട്. ഇതിനായി നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ മുതിർന്നവരുടെ സഹായം സ്വീകരിക്കാം. ഈ ആഴ്ച മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് വിജയം നേടാം. അതിനാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയും പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളുടെ സമയം പാഴാക്കുന്ന ആളുകളിൽ നിന്ന് അകന്നുനിൽക്കുകയും ചെയ്യുക. ഈ ആഴ്ച വിവാഹിതരായ രാശിക്കാരുടെ ജീവിതത്തിൽ പ്രണയവും ലൈംഗികതയും ആധിപത്യം സ്ഥാപിക്കും. നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾക്ക് കൂടുതൽ ആകർഷണം തോന്നുന്നതിനാൽ അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. മഹത്തായ രാശികൾ പതിവായി കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗത്തിലാണ് നിങ്ങൾ. എന്നാൽ ഇപ്പോഴത്തെ പ്രധാന ഗ്രഹവശങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുന്നവയല്ല. ജോലി, ഉത്തരവാദിത്തം, ദിനചര്യ എന്നിവയാണ് വലുത്. വളരെ ശ്രദ്ധയോടെയും ക്ഷമയോടെയും വൈകാരികവും പ്രായോഗികവുമായ അടിത്തറയിടേണ്ട കാലഘട്ടമാണിത്. കർമ്മരംഗത്ത് ശോഭിക്കുന്നതാണ്. കാര്യാസൂത്രണവും കാര്യനിർവഹണവും ഒരേപോലെ തന്നെ ചെയ്യാനാവും. പുതിയ ജോലി തേടുന്നവർക്ക് അല്പം ദൂരത്തായി അവസരങ്ങൾ ലഭിച്ചേക്കാം. ശുഭകാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞേക്കും. മനസ്സിന് സന്തോഷമുണ്ടാവും. ജീവകാരുണ്യത്തിന് നേരം കണ്ടെത്തുന്നതാണ്. ഗവേഷണവുമായി ബന്ധപ്പെട്ട് യാത്രകൾ വേണ്ടിവന്നേക്കും. ധനപരമായി ഉയർച്ച വരുന്നതാണ്. ഊഹക്കച്ചവടം, ചിട്ടി ഇവയിലൂടെ ആദായം കൈവരിക്കുന്നതാണ്.
വെള്ളി ശനി ദിവസങ്ങളിൽ അലച്ചിലുണ്ടാവും, ദേഹക്ലേശം അനുഭവപ്പെടാം. സാധാരണ കാര്യങ്ങൾ മുടക്കം കൂടാതെ നിർവഹിക്കാനായേക്കും. ചന്ദ്രഗ്രഹത്തിന്റെ സഞ്ചാരം ഞായർ മുതൽ വ്യാഴം വരെ അനുകൂല ഭാവങ്ങളിലാകയാൽ തൊഴിലിടത്തിൽ സമാധാനം ഭവിക്കും. ധനക്ലേശം ഉണ്ടാവില്ല, ചുമതലകൾ കൃത്യമായി നിർവഹിക്കുന്നതാണ്. നീതി നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. സ്വന്തം ബിസിനസ് വരുന്ന ഉത്സവക്കാലത്ത് വിപുലീകരിക്കുന്നത് എങ്ങനെ എന്ന കാര്യത്തിൽ ആസൂത്രണമുണ്ടാവും. കുടുംബാംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതാണ്. വാരാന്ത്യ ദിവസങ്ങളിൽ സ്വൈരം കുറയാനിടയുണ്ട്. അധ്വാനം പാഴാവില്ല, അവയുടെ മൂല്യം അറിയേണ്ടവർ അറിയുന്നതാണ്. സഹപ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ നൽകും. ചെറുകിട സംരംഭങ്ങളിൽ നിന്നും ആദായം ലഭിച്ചു തുടങ്ങും. കൂട്ടുബിസിനസ്സിൽ ചേരുന്നത് കൂടുതൽ ആലോചനകൾ നടത്തിയ ശേഷം മതിയാകുന്നതാണ്. പുതിയ സാങ്കേതികവിദ്യ പഠിക്കുന്നതിൽ ആഹ്ലാദിക്കും. രോഗക്ലേശിതനായ പിതാവിന് ആശ്വാസകാലമായിരിക്കും. സഹോദരന്റെ ക്ലേശം മനസ്സിലാക്കി സാമ്പത്തിക സഹായം ചെയ്യുന്നതാണ്. കുടുംബത്തോടൊപ്പം തീർത്ഥാടനത്തിന് യോഗമുണ്ട്. കന്നി രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 7-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾ ഏതെങ്കിലും രോഗാവസ്ഥയിലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലും നിങ്ങൾ വർത്തിക്കേണ്ടതുണ്ട്. അതിനാൽ സ്വയം ആരോഗ്യവാനായി നിങ്ങളുടെ മോശം ശീലങ്ങളിൽ പുരോഗതി വരുത്തുകയും നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ മസാലകൾ നിറഞ്ഞ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ഈ ആഴ്ച വീട്ടിൽ സന്ദർശിക്കുന്ന ഏതെങ്കിലും അതിഥി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അവരുടെ ക്ഷേമത്തിനായി നിങ്ങൾ വളരെയധികം ചെലവഴിക്കേണ്ടിവരാം. അത് നിങ്ങൾക്ക് ധാരാളം പണം ചിലവാക്കും. ഇതുമൂലം നിങ്ങൾക്ക് ഒന്നിലധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിവരും. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല വാർത്തകൾ ലഭിക്കും. അതുവഴി നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വിനോദവും പാർട്ടിയും നടത്തി നിങ്ങളുടെ സന്തോഷം ആഘോഷിക്കും. എന്നാൽ അതിനിടയിൽ മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്നത് കുടുംബാംഗങ്ങളെ അസ്വസ്ഥരാക്കും. ഇത് നിങ്ങളുടെ പ്രതിച്ഛായയെ ബാധിക്കും. അതിനാൽ കുടുംബത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒന്നും ചെയ്യുന്നത് ഒഴിവാക്കുക. ഈ ആഴ്ച നിങ്ങളുടെ ചുമതലകൾ കൂടാതെ നിങ്ങളുടെ സുഖസൗകര്യങ്ങൾ നിറവേറ്റുന്നതിനായി നിങ്ങൾ ശ്രമിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വൈകാരിക കാര്യങ്ങൾ ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകാം. ഒരു വിദേശത്ത് പഠിക്കാൻ ശ്രമിക്കുന്ന രാശിക്കാർക്ക് ഈ ആഴ്ച കാത്തിരിക്കേണ്ടി വരും. അപൂർണമായ ഒരു പ്രമാണം കാരണം നിങ്ങളുടെ കഠിനാധ്വാനം വെള്ളത്തിലാകും. ഈ ആഴ്ച വിവാഹിതരായ രാശിക്കാരുടെ ജീവിതത്തിൽ പ്രണയവും ലൈംഗികതയും ആധിപത്യം സ്ഥാപിക്കും. നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾക്ക് കൂടുതൽ ആകർഷണം തോന്നുന്നതിനാൽ അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. വ്യക്തി കേന്ദ്രീകൃതമായ ഗ്രഹങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നിവയെല്ലാം നിങ്ങൾക്ക് പിന്തുണയുമായി നൽകുന്നു. നിയന്ത്രണം വഴുതിപ്പോകാൻ നിങ്ങൾ അനുവദിച്ച മേഖലകളുടെ വ്യക്തിഗത ചുമതല ഏറ്റെടുക്കേണ്ട നിമിഷമാണിത്. ഇപ്പോൾ അവ്യക്തമായ ഭയം ദൂരീകരിക്കപ്പെടുമെന്ന് തോന്നുന്നു. അധ്വാനം പാഴാവില്ല, അവയുടെ മൂല്യം അറിയേണ്ടവർ അറിയുന്നതാണ്. സഹപ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ നൽകും. ചെറുകിട സംരംഭങ്ങളിൽ നിന്നും ആദായം ലഭിച്ചു തുടങ്ങും. കൂട്ടുബിസിനസ്സിൽ ചേരുന്നത് കൂടുതൽ ആലോചനകൾ നടത്തിയ ശേഷം മതിയാകുന്നതാണ്. പുതിയ സാങ്കേതികവിദ്യ പഠിക്കുന്നതിൽ ആഹ്ലാദിക്കും. രോഗക്ലേശിതനായ പിതാവിന് ആശ്വാസകാലമായിരിക്കും. സഹോദരന്റെ ക്ലേശം മനസ്സിലാക്കി സാമ്പത്തിക സഹായം ചെയ്യുന്നതാണ്. കുടുംബത്തോടൊപ്പം തീർത്ഥാടനത്തിന് യോഗമുണ്ട്. ഗ്രഹാനുകൂല്യം വാരം മുഴുവൻ അനുഭവപ്പെടും. മുൻപ് ശ്രമിച്ചു പിൻവാങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോൾ ലഘുയത്നം കൊണ്ടുതന്നെ വിജയം കൈവരിക്കാനാവും. തൊഴിൽപരമായി പുരോഗതി പ്രതീക്ഷിക്കാം. ഉന്നതാധികാരികളുടെ ഒത്താശ ലഭിക്കുന്നതാണ്. പ്രവൃത്തികളിൽ മിടുക്ക് തെളിയിക്കാനാവും. വായ്പയുടെ തിരിച്ചടവ് സുഗമമായി നടത്തും. ആധ്യാത്മിക കാര്യങ്ങൾ തൃപ്തികരമായി നിർവഹിക്കുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുന്നതിൽ ശ്രദ്ധ പുലർത്തും. സാമൂഹികമായ അംഗീകാരം നേടുന്നതാണ്. കലാപരമായ കഴിവുകൾ അഭിനന്ദിക്കപ്പെടും. വാഗ്ദാനങ്ങൾ പാലിക്കാനാവും. വ്യാപാരത്തിൽ സ്വതസിദ്ധമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തി മുന്നേറ്റമുണ്ടാക്കും. ഉത്തരവാദിത്വങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കില്ല. സാമൂഹിക ഇടപെടലുകളും പ്രതികരണങ്ങളും ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം. ഗുരുജനങ്ങളെ സന്ദർശിക്കാനവസരം വന്നെത്തുന്നതാണ്. വാഹനം, ഭൂമി ഇവയുടെ ക്രയവിക്രയം വിജയകരമാവും. രോഗഗ്രസ്തനായ ബന്ധുവിനെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കും. തൊഴിൽ മാറ്റത്തെക്കുറിച്ച് തൽക്കാലം ചിന്തിക്കേണ്ടതില്ല. വാരാന്ത്യ ദിവസങ്ങളിൽ ജാഗ്രത കൈവെടിയരുത്. തുലാം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 9-ാം ഭാവത്തിൽ വരുന്നതിനാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈ സമയത്ത് വലിയ രോഗങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നിരുന്നാലും നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള അശ്രദ്ധയും നിങ്ങൾ എടുക്കരുത്. യോഗയും ധ്യാനവും വ്യായാമവും കാലാകാലങ്ങളിൽ ചെയ്യുന്നത് തുടരുക. അതുവഴി നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയും. ഈ ആഴ്ചയിലെ ചില പ്രതികൂല സാമ്പത്തിക സാഹചര്യങ്ങൾ കാരണം നിങ്ങളുടെ പ്രധാനപ്പെട്ട ചില ജോലികൾ കുടുങ്ങിപ്പോകാം. ഇതുമൂലം നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ സാധ്യമെങ്കിൽ ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തുള്ളവരിൽ നിന്നോ സാമ്പത്തിക സഹായം സ്വീകരിച്ച് നിങ്ങളുടെ പൂർത്തീകരിക്കാത്ത ജോലി പൂർത്തിയാക്കുക. നിങ്ങളുടെ മൂത്ത കൂടപ്പിറപ്പിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രതികൂല മറുപടി ലഭിക്കും. നിങ്ങളുടെ മോശം സാമ്പത്തിക സ്ഥിതി ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ കൂടപ്പിറപ്പ് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകാൻ വിസമ്മതിക്കും.
ഈ ആഴ്ച നിങ്ങളുടെ വിശ്വാസവും ബുദ്ധിയും ഉപയോഗിച്ച് എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കുന്നതിൽ നിങ്ങൾക്ക് വിജയിക്കും. നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ അടിസ്ഥാനരഹിതവും നിരർത്ഥകവുമാണെന്ന് ഇരുവർക്കും മനസ്സിലാകും. നിങ്ങൾ ഒരു പങ്കാളി വ്യാപാരം നടത്തുകയും നിങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിന്റെ ഒരു വായ്പയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷ ഈ ആഴ്ച സ്വീകരിക്കാം. അതിനുശേഷം ഇപ്പോൾ തന്നെ വായ്പ എടുത്ത് നിങ്ങൾക്ക് ബിസിനസ്സിൽ പണം നിക്ഷേപിക്കാൻ കഴിയും. ഇത് ഭാവിയിൽ നിങ്ങൾക്ക് നല്ല വരുമാനം നൽകും. ഈ ആഴ്ച പല വിദ്യാർത്ഥികൾക്കും ധാരാളം ഒഴിവ് സമയം ലഭിക്കും. അത് ശരിയായി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അറിവ് വർദ്ധിപ്പിക്കാൻ കഴിയും. അത്തരമൊരു സാഹചര്യത്തിൽ ആ ഒഴിവ് സമയം ഉറങ്ങുകയോ സുഹൃത്തുക്കളുമായി ഉല്ലസിക്കുകയോ ചെയ്യരുത്. പകരം ഒരു പുസ്തകം വായിക്കുക അല്ലെങ്കിൽ ഒരു കോഴ്സിൽ പ്രവേശനം നേടിക്കൊണ്ട് നിങ്ങളുടെ സമയം ഉചിതമായി ഉപയോഗിക്കുക. എല്ലാം അതേപടി നിലനിൽക്കണോ അതോ പൂർണ്ണമായ ഇടവേള എടുക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല. തുടക്കത്തിൽ തൊഴിൽപരമായ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും പെട്ടെന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുക. ഒരു വ്യക്തിപരമായ ധർമ്മസങ്കടം ദീർഘകാല പരിഗണന അർഹിക്കുന്നു. അതിനാൽ അത് തിരക്കുകൂട്ടരുത്. വാഗ്ദാനങ്ങൾ പാലിക്കാനാവും. വ്യാപാരത്തിൽ സ്വതസിദ്ധമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തി മുന്നേറ്റമുണ്ടാക്കും. ഉത്തരവാദിത്വങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കില്ല. സാമൂഹിക ഇടപെടലുകളും പ്രതികരണങ്ങളും ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം. ഗുരുജനങ്ങളെ സന്ദർശിക്കാനവസരം വന്നെത്തുന്നതാണ്. വാഹനം, ഭൂമി ഇവയുടെ ക്രയവിക്രയം വിജയകരമാവും. രോഗഗ്രസ്തനായ ബന്ധുവിനെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കും. തൊഴിൽ മാറ്റത്തെക്കുറിച്ച് തൽക്കാലം ചിന്തിക്കേണ്ടതില്ല. വാരാന്ത്യ ദിവസങ്ങളിൽ ജാഗ്രത കൈവെടിയരുത്. ജോലിക്കാര്യത്തിൽ കൂടുതൽ ശുഷ്കാന്തി ആവശ്യമാണ്. ഒന്നും നിസ്സാരമായി കാണരുത്. സഹപ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കണം. വിശ്രമിക്കാൻ പോലും വേണ്ടത്ര സമയം കിട്ടണമെന്നില്ല. കർമ്മരംഗത്ത് പ്രതീക്ഷിച്ച മാറ്റങ്ങൾ വൈകാതെ വന്നെത്തുന്നതാണ്. ഗവേഷകർക്ക് ഉചിതവേളയാണ്. ബൗദ്ധികമായ അന്വേഷണങ്ങൾ ശരിവഴിക്കുതന്നെ നീങ്ങും. ഭാഗ്യാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നു. ധനാഗമം സുഗമമായിരിക്കും. ശത്രുക്കൾക്ക് ഒന്നും ചെയ്യാനായേക്കില്ല. എന്നാലും അമിതമായ ആത്മവിശ്വാസം ഉപേക്ഷിക്കണം. ഞായറും തിങ്കളും അഷ്ടമരാശിയാകയാൽ ശുഭാരംഭത്തിന് നന്നല്ല. ചില വിശ്വാസങ്ങൾക്ക് ഉലച്ചിൽ തട്ടാം. ചിലരോട് തോന്നിയ ബഹുമാനം ഇല്ലാതെയാവാനുമിടയുണ്ട്. എന്നാലും ജീവിതസ്നേഹം വർദ്ധിക്കുക തന്നെ ചെയ്യും. കാര്യങ്ങളെ നേർവഴിക്കാക്കാൻ ക്ലേശിച്ചിട്ടായാലും വിജയിക്കുന്നതാണ്. കുടുംബത്തിന്റെ പിന്തുണയ്ക്ക് ഒന്നും പകരമാവില്ലെന്ന് ബോധ്യമാവും. തൊഴിൽ ഉപേക്ഷിച്ചാൽ ഉടനെ പുതിയത് കിട്ടിയേക്കില്ല. ക്ഷമയും അനിവാര്യമായ സന്ദർഭമാണ്. ഏജൻസി, ഫ്രാഞ്ചൈസി, കരാർപ്പണികൾ ഇവയിൽ നിന്നും ആദായം മോശമാവില്ല. വാരാന്ത്യ 2 ദിനങ്ങൾ തുലാക്കൂറുകാർക്കും തുടർന്നുള്ള 2 ദിനങ്ങൾ വൃശ്ചികക്കൂറുകാർക്കും ശുഭദായകമല്ല. വൃശ്ചികം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 4-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾ വളരെ വൈകാരികമാകാം. ഇതുമൂലം നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങളുടെ വിചിത്രമായ മനോഭാവം ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കും. അതിനാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. നിങ്ങളുടെ വികാരങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ധനപരവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഈ ആഴ്ച പതിവിലും മികച്ചതായിരിക്കും. ഈ സമയത്ത് നിരവധി അവസരങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തുന്നതിന് രാശിക്കാർക്ക് അവരുടെ പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നോ പൂർവിക സ്വത്തിൽ നിന്നോ പെട്ടെന്നുള്ള നേട്ടങ്ങൾ ലഭിക്കാം. ഈ ആഴ്ച ഏതെങ്കിലും വീട്ടുപകരണങ്ങളുടെയോ വാഹനത്തിന്റെയോ തകരാറുമൂലം നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ തുടക്കം മുതൽ ഇവയുടെ പരിപാലനം ശ്രദ്ധിക്കുക. അവയോട് ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് വാഹനമോടിക്കുമ്പോൾ വേഗത ശ്രദ്ധിക്കുക. അല്ലാത്തപക്ഷം വാഹനം തന്നെ നശിച്ചു പോകാം. ഈ ആഴ്ച നിങ്ങളുടെ വിശ്വാസവും ബുദ്ധിയും ഉപയോഗിച്ച് എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കുന്നതിൽ നിങ്ങൾക്ക് വിജയിക്കും. നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ അടിസ്ഥാനരഹിതവും നിരർത്ഥകവുമാണെന്ന് ഇരുവർക്കും മനസ്സിലാകും. നിങ്ങളുടെ ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രാശിയിലെ ബിസിനസ് ആളുകൾക്ക് ഈ ആഴ്ച വളരെയധികം പ്രശംസയും പുരോഗതിയും ലഭിക്കും. കാരണം ഈ സമയം നിങ്ങളുടെ ഭാഗ്യം അനുകൂലമാകും. കുറഞ്ഞ കഠിനാധ്വാനത്തിലൂടെയും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭ്യമാകും. ഈ ആഴ്ച മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഭാഗ്യത്തേക്കാൾ കൂടുതൽ കഠിനാധ്വാനത്തെ ആശ്രയിക്കേണ്ടതുണ്ട്. ഭാഗ്യം നിങ്ങളെ എല്ലായ്പ്പോഴും പിന്തുണയ്ക്കുന്നില്ലെന്നും നിങ്ങൾ മരിക്കുന്നതുവരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടെന്നും നിങ്ങൾ നന്നായി മനസ്സിലാക്കും. അതിനാൽ കേവലം ഭാഗ്യത്തിന്മേൽ ഇരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സമയം പാഴാക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ കടന്നുപോയത് മറക്കുക. ഇന്നുമുതൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ വേഗത നിലനിർത്തുക. ജോലിസ്ഥലത്തെ ആഴ്ചയിലെ സംഭവവികാസങ്ങൾ വ്യക്തിബന്ധങ്ങളാൽ ആധിപത്യം സ്ഥാപിക്കും. നിങ്ങൾ സഹപ്രവർത്തകരുമായി തെറ്റിപ്പോയാൽ നിങ്ങളുടെ സ്വന്തം സാധ്യതകളെ നശിപ്പിക്കും. ഉത്തരം ലളിതമാണ്. നിങ്ങളുടെ ആശയങ്ങൾ ആവശ്യമില്ലാത്ത ആളുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. പകരം കേൾക്കാൻ ശ്രമിക്കുക. ചില വിശ്വാസങ്ങൾക്ക് ഉലച്ചിൽ തട്ടാം. ചിലരോട് തോന്നിയ ബഹുമാനം ഇല്ലാതെയാവാനുമിടയുണ്ട്. എന്നാലും ജീവിതസ്നേഹം വർദ്ധിക്കുക തന്നെ ചെയ്യും. കാര്യങ്ങളെ നേർവഴിക്കാക്കാൻ ക്ലേശിച്ചിട്ടായാലും വിജയിക്കുന്നതാണ്. കുടുംബത്തിന്റെ പിന്തുണയ്ക്ക് ഒന്നും പകരമാവില്ലെന്ന് ബോധ്യമാവും. തൊഴിൽ ഉപേക്ഷിച്ചാൽ ഉടനെ പുതിയത് കിട്ടിയേക്കില്ല. ക്ഷമയും അനിവാര്യമായ സന്ദർഭമാണ്. ഏജൻസി, ഫ്രാഞ്ചൈസി, കരാർപ്പണികൾ ഇവയിൽ നിന്നും ആദായം മോശമാവില്ല.
വാരാത്ത 2 ദിനങ്ങൾ തുലാക്കൂറുകാർക്കും തുടർന്നുള്ള 2 ദിനങ്ങൾ വൃശ്ചികക്കൂറുകാർക്കും ശുഭദായകമല്ല. ദേഹസുഖവും മനസ്സുഖവുമെല്ലാം സമ്മിശ്രമായിരിക്കും. അപര്യാപ്തതകളിൽ അന്തസ്സംഘർഷം ഉടലെടുക്കാം. സ്വസ്ഥാപനത്തിൽ നിന്നും കരുതിയത്ര വരുമാനം വന്നെത്തണമെന്നില്ല. എങ്കിലും കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി നിർവഹണസന്ധിയിൽ എത്തിക്കുവാനാവും. അനിഴം നാളുകാരുടെ സഹജമായ കഴിവാണത്. ഭാഗ്യാധിപനായ ചന്ദ്രന് പൂർണ്ണബലഹാനി വരികയാൽ ഉദ്യമങ്ങൾ വിജയിക്കണമെന്നില്ല. കപ്പിനും ചുണ്ടിനുമിടയിൽ എന്നവിധം ചില തോൽവികളും പിണയാം. കുടുംബത്തിൽ മനസ്സമാധാനം പുലരുന്നതാണ്. ലഘുയാത്രകളാൽ കാര്യസാധ്യം വരും. ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് മാറ്റ് കുറവായിരിക്കും. വിദ്യാഭ്യാസത്തിൽ ഏകാഗ്രത കുറയാം. തൊഴിലന്വേഷകർക്ക് ആലസ്യം ഉണ്ടാവും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനിടയുണ്ട്. പൊതുവെ ചിന്താപരത ഏറുന്നതാണ്. തന്മൂലം അകർമ്മണ്യത വരാം. സ്വകാര്യ സ്ഥാപനത്തിൽ ചുമതലകൾ കൂടുന്നതാണ്. എന്നാൽ വേതനം വർദ്ധിക്കാൻ സാധ്യതയില്ല. സന്താനങ്ങളെക്കൊണ്ട് നേട്ടങ്ങൾ വരാം. പണമിടപാടുകളിൽ ശ്രദ്ധയുണ്ടാവണം. ഉത്സവക്കാലത്തെ വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്താൻ കൂടിയാലോചനകൾ ഉണ്ടാവുന്നതാണ്. പ്രണയികൾക്ക് സന്തോഷകാലമാവും. ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കും. ആഴ്ച മധ്യത്തിൽ അലച്ചിലേറും. ധനുരാശി, ഈ ആഴ്ച ഗർഭിണികൾ, പ്രത്യേകിച്ച് അവരുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ കാരണം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടിവരാം. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 4-ാം ഭാവത്തിൽ വരുന്നതിനാൽ സാമ്പത്തിക സ്ഥിതി വഷളാകുന്നതിനു മുമ്പ് തന്നെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ലാഭിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വസ്തുത മനസ്സിലാക്കിയതിനുശേഷവും ഈ ആഴ്ച അത്തരം സംരംഭങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുമൂലം ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങളുടെ ചുറ്റുമുള്ള സ്വാധീനമുള്ളവരും പ്രധാനപ്പെട്ടവരുമായ ആളുകളുമായി നിങ്ങളുടെ പരിചയം വർദ്ധിപ്പിക്കുന്നതിന് സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു നല്ല അവസരമാണിത്. മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഈ ആഴ്ച നിങ്ങൾക്ക് ധാരാളം അനുകൂല കാര്യങ്ങൾ കൊണ്ടുവരും. ഈ ആഴ്ച നിങ്ങൾക്ക് വരുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വളരെ ആകർഷകമായിരിക്കും. എന്നാൽ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തിടുക്കത്തിൽ തീരുമാനമെടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. നിങ്ങളുടെ ഏകാന്ത മനോഭാവം ഒഴിവാക്കിയില്ലെങ്കിൽ ഈ വികാരം നിരവധി വിദ്യാർത്ഥികളെ സംഘട്ടനത്തിൽ ഉൾപ്പെടുത്തും. പ്രത്യേകിച്ചും പഠനത്തിനായി വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന വിദ്യാർത്ഥികൾ. അതിനാൽ അത്തരം സാഹചര്യത്തിൽ പുറത്തുപോയി ചില സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുക. തത്വമനുസരിച്ച് നിങ്ങളുടെ വഴിയിൽ വന്ന ഔദാര്യത്തിൽ ചിലത് നിങ്ങൾ തിരികെ നൽകണം. കൂടുതൽ ലൗകികമായ തരത്തിൽ സാമ്പത്തിക ആശങ്കകൾ തീവ്രമാകാൻ കാരണമാകുന്നു. ഈ മാസമാണ് അവധിയെങ്കിൽ നിങ്ങൾ നന്നായി ആസൂത്രണം ചെയ്തിട്ടുണ്ടാവാം. സന്തോഷകരമായ യാദൃശ്ചികതയാൽ ചൊവ്വയും ശുക്രനും വിദേശത്ത് കാൽപ്പനിക സാഹസികതകൾക്കുള്ള മികച്ച സാധ്യത വെളിപ്പെടുത്തുന്നു. സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ട സാഹചര്യം ഉദിക്കാം. മേലധികാരികൾ മനഃപൂർവ്വം ക്ലേശിപ്പിക്കുകയാണെന്ന് തോന്നാനിടയുണ്ട്. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ഈ ആഴ്ച അനുകൂലമല്ല. സ്ഥലം മാറ്റ ഉത്തരവ് ലഭിക്കാൻ കാലതാമസം ഉണ്ടാവുന്നതാണ്. ധനവരവും ചെലവും പൊരുത്തപ്പെടുകയില്ല. ഗൃഹസൗഖ്യം സമ്മിശ്രമായിരിക്കും. തലമുറകൾ തമ്മിലുള്ള വിടവ് എന്ന ചൊല്ലിന്റെ പൊരുൾ സ്വയം അനുഭവിക്കും. കടം വാങ്ങാതിരിക്കാൻ കഴിവതും ശ്രദ്ധിക്കണം. വെള്ളി, ശനി ദിവസങ്ങൾക്ക് ഗുണം കുറയുന്നതാണ്. ആരോഗ്യപരിപാലനത്തിൽ ജാഗ്രത വേണം. ഔദ്യോഗികമായി തിരക്കുകൾ വർദ്ധിക്കുന്നതാണ്. ലഘുയാത്രകൾ, ജോലി അധിക സമയം നീളുക എന്നിവ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ നിന്നും കരുതിയത്ര ആദായം വരണമെന്നില്ല. കുടുംബത്തിന്റെ പിന്തുണ വലിയ ആശ്വാസമാകും. സർക്കാരുമായി ബന്ധപ്പെട്ടു നേടേണ്ട കാര്യങ്ങളിൽ തടസ്സം കാണുന്നു. ആവർത്തിത ശ്രമം വേണ്ടി വന്നേക്കാം. സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കുറയരുത്. പുണ്യകർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നേരം കണ്ടെത്തും. പിതൃസ്മരണകളിൽ ഗതകാലം നിറയും. വാരാന്ത്യ ദിവസങ്ങൾക്ക് ഗുണദായകത്വം കുറയുന്നതായിരിക്കും. തൊഴിൽ രംഗം വിപരീത കാലാവസ്ഥ കാരണം മ്ലാനമാവുന്നതാണ്. പ്രതീക്ഷിച്ച വരുമാനം ഉണ്ടാവാത്തത് പല സ്വപ്നങ്ങളെയും ബാധിക്കാം. കടം വാങ്ങാനുള്ള പ്രേരണ വരാം. ഉദ്യോഗസ്ഥരുടെ അധിക ജോലിഭാരം ദേഹക്ലേശത്തിന് കാരണമാകാം. സ്വകാര്യ സ്ഥാപനത്തിൽ നീതി നിഷേധിക്കപ്പെടാം. ബന്ധുക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ ഏറ്റവും കരുതൽ വേണം. തീർത്ഥാടനത്തിന് മറ്റൊരു സന്ദർഭം തെരഞ്ഞെടുക്കും. ഏജൻസി, കമ്മീഷൻ വ്യാപാരം ലാഭം നൽകും. വായ്പയുടെ തിരിച്ചടവുകൾ തടസ്സപ്പെടുകയില്ല. മകരം രാശി, ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 3-ാം ഭാവത്തിൽ വരുന്നതിനാൽ മുൻപ് ആരോഗ്യത്തിനായി നിങ്ങൾ ചെലവഴിക്കേണ്ടിവന്ന കഠിനാധ്വാനം ഈ ആഴ്ച നിങ്ങൾക്ക് ആരോഗ്യകരമായ ജീവിതം കുറഞ്ഞ പരിശ്രമങ്ങൾക്ക് ശേഷവും നേടാൻ കഴിയും. കാരണം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കും. ഈ ആഴ്ച നിങ്ങളുടെ കഴിവിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ മുന്നിൽ ചെലവഴിക്കുന്നത് കൂടുതൽ വിഡ്ഢിത്തമാണ്. ഇത് ചെയ്യുന്നത് ഒഴിവാക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പണം സംഭരിക്കാൻ കഴിയൂ. ഈ ആഴ്ച കുടുംബത്തിൽ ചില ചെറിയ പ്രശ്നങ്ങൾ തുടരും. അത്തരമൊരു സാഹചര്യത്തിൽ കുടുംബ സമാധാനം നിലനിർത്താൻ നിങ്ങൾ ആവശ്യമായ ബന്ധം പുലർത്തേണ്ടതുണ്ട്. ഈ സമയത്ത് കുടുംബാംഗങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. കൂടുതലായി ജോലികൾ ഉണ്ടായിരുന്നാലും ഈ ആഴ്ച നിങ്ങളുടെ ഉള്ളിലെ അത്ഭുതകരമായ ഊർജം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിരുന്നാലും നിങ്ങൾക്ക് ജോലികൾ നിങ്ങൾക്ക് സമയത്തിനു മുൻപ് ചെയ്യാൻ കഴിയാതെ വരാം. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ആഴ്ച മധ്യത്തിൽ ചില നല്ല വാർത്തകൾ ലഭിക്കും.
എന്നിരുന്നാലും ഇതിനായി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഫലം അനുകൂലമാകുമോ ഇല്ലയോ എന്ന് ഉറപ്പിച്ചു പറയാനാകില്ല, എങ്കിലും അങ്ങനെയാകുമെന്ന് ഞാൻ കരുതുന്നു. കുറച്ചുകാലത്തേക്ക് മറ്റു കൂടുതൽ വ്യക്തിപരമായ ആശങ്കകളിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചേക്കാം. തൊഴിൽ രംഗം വിപരീത കാലാവസ്ഥ കാരണം മ്ലാനമാവുന്നതാണ്. പ്രതീക്ഷിച്ച വരുമാനം ഉണ്ടാവാത്തത് പല സ്വപ്നങ്ങളെയും ബാധിക്കാം. കടം വാങ്ങാനുള്ള പ്രേരണ വരാം. ഉദ്യോഗസ്ഥരുടെ അധിക ജോലിഭാരം ദേഹക്ലേശത്തിന് കാരണമാകാം. സ്വകാര്യ സ്ഥാപനത്തിൽ നീതി നിഷേധിക്കപ്പെടാം. ബന്ധുക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ ഏറ്റവും കരുതൽ വേണം. തീർത്ഥാടനത്തിന് മറ്റൊരു സന്ദർഭം തെരഞ്ഞെടുക്കും. ഏജൻസി, കമ്മീഷൻ വ്യാപാരം ലാഭം നൽകും. വായ്പയുടെ തിരിച്ചടവുകൾ തടസ്സപ്പെടുകയില്ല. കാര്യപ്രാപ്തി കുറുക്കുവഴികളെ ആശ്രയിക്കേണ്ടി വരാം. പാരമ്പര്യമായി ചെയ്തുപോരുന്ന തൊഴിലിനോട് താൽപ്പര്യം കുറയുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ പിന്തുണ നാമമാത്രമായിരിക്കും. വാദപ്രതിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക കരണീയം. സാമ്പത്തികം മോശമാവുമെന്ന് പറയാനാവില്ല. പുതിയ ധനാഗമ മാർഗങ്ങൾ സദാ ചിന്തയിലുണ്ടായിരിക്കും. കാര്യാലോചനകളിൽ സക്രിയ സാന്നിധ്യമാവും. വിവാഹാലോചനകൾ നീളുന്നതിൽ അതൃപ്തി തോന്നും. വീട്ടുകാര്യങ്ങളിൽ ശുഷ്കാന്തിയുണ്ടാവും. ദാമ്പത്യം ശോഭനമായിരിക്കും. ബിസിനസ് സംബന്ധിച്ച യാത്രകൾ അനിവാര്യമാവും. കർമ്മരംഗത്ത് ഉന്മേഷം ഭവിക്കുന്നതാണ്. കാലത്തിന്റെ മാറ്റം തിരിച്ചറിയും. ജീവിതശൈലി കൂടുതൽ പരിഷ്കൃതമാവുന്നതാണ്. സുഖഭോഗങ്ങളാൽ താൽപ്പര്യം അധികരിക്കും. മാതൃസ്വത്തിന്മേൽ ഉള്ള തർക്കം അനുകൂലമായേക്കും. സാങ്കേതിക മേഖലയിൽ ധാരാളം അവസരങ്ങൾ സംജാതമാകുന്നതാണ്. ഗൃഹാന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നിക്ഷേപങ്ങൾ വിദഗ്ധരുടെ അഭിപ്രായമനുസരിച്ച് ചെയ്യുകയാവും ഉചിതം. എതിർപ്പുകളെ കണ്ടില്ലെന്ന് നടിക്കും. വാരാന്ത്യത്തെക്കാൾ തുടർ ദിവസങ്ങൾക്ക് മെച്ചമേറുന്നതാണ്. കുംഭം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 5-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ മികച്ചതായിരിക്കും. ഈ സമയത്ത് ആരോഗ്യത്തോടുള്ള നിങ്ങളുടെ സമർപ്പണം നിങ്ങളെ പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് ഫലപ്രദമാകും. അത്തരമൊരു സാഹചര്യത്തിൽ യോഗയും വ്യായാമവും പച്ച ഇലക്കറികൾ പരമാവധി കഴിക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ പണം ഓഹരി വിപണിയിലോ ഊഹക്കച്ചവടത്തിലോ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കാം. കൂടാതെ നഷ്ടപ്പെട്ട തുക നേടാൻ നിങ്ങൾക്ക് തെറ്റായ പ്രവൃത്തികളിലും പ്രവർത്തനങ്ങളിലും കൂടുതൽ നിക്ഷേപം നടത്താം. അതിനാൽ ഈ ആഴ്ച ഊഹക്കച്ചവടങ്ങൾ പോലുള്ള തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് മികച്ചതായിരിക്കും. നിങ്ങളുടെ പിതാവുമായോ അല്ലെങ്കിൽ ഏട്ടനുമായോ നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് ഈ ആഴ്ച നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും. ഈ സമയത്ത് നിങ്ങൾ അവരെ ബഹുമാനിക്കുകയും ആഭ്യന്തര സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. അവരുടെ വാക്കുകൾക്കും ഉപദേശങ്ങൾക്കും പ്രാധാന്യം നൽകേണ്ടതാണ്. ഗുണകരമായ ഗ്രഹങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ ശത്രുക്കൾക്ക് അത്ര നല്ലതല്ല. ഈ സമയത്ത് അവർ സജീവമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ ചങ്ങാതിമാരാക്കും. ഓരോ ഘട്ടത്തിലും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്യും. ഈ ആഴ്ച ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള നിരവധി വിദ്യാർത്ഥികളുടെ ആഗ്രഹം പൂർത്തിയാകും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിരവധി വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടിവരും. മാത്രമല്ല ഈ വെല്ലുവിളികളെ നേരിടുന്നതിലൂടെ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഈ സമയത്ത് എല്ലാ വെല്ലുവിളികളെയും നേരിടാനും ജയിക്കാനും വിദ്യാർത്ഥികൾക്ക് കഴിയും. ആശയവിനിമയത്തിന്റെ ദേവനായ ബുധൻ നിങ്ങളുടെ ബന്ധങ്ങളിലെ ചൊവ്വയുടെ സ്വാധീനത്തെ തുടർന്നുണ്ടാകുന്ന ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ബുദ്ധിയും വിവേകവും നൽകും. പങ്കാളികൾ ദേഷ്യത്തിന്റെ പുറത്ത് ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. ബിസിനസ് സംബന്ധിച്ച യാത്രകൾ അനിവാര്യമാവും. കർമ്മരംഗത്ത് ഉന്മേഷം ഭവിക്കുന്നതാണ്. കാലത്തിന്റെ മാറ്റം തിരിച്ചറിയും. ജീവിതശൈലി കൂടുതൽ പരിഷ്കൃതമാവുന്നതാണ്. സുഖഭോഗങ്ങളാൽ താൽപ്പര്യം അധികരിക്കും. മാതൃസ്വത്തിന്മേലുള്ള തർക്കം അനുകൂലമായേക്കും. സാങ്കേതിക മേഖലയിൽ ധാരാളം അവസരങ്ങൾ സംജാതമാകുന്നതാണ്. ഗൃഹാന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നിക്ഷേപങ്ങൾ വിദഗ്ധരുടെ അഭിപ്രായമനുസരിച്ച് ചെയ്യുകയാവും ഉചിതം. എതിർപ്പുകളെ കണ്ടില്ലെന്ന് നടിക്കും. വാരാന്ത്യത്തെക്കാൾ തുടർ ദിവസങ്ങൾക്ക് മെച്ചമേറുന്നതാണ്. ജനമധ്യത്തിൽ സ്വീകാര്യത ലഭിക്കുന്നതായിരിക്കും. ബഹുമാന്യരുടെ പരിഗണനയിലിടം പിടിക്കുവാനാവും. ദൂരയാത്രകൾക്ക് ഒരുങ്ങുന്നവർക്ക് അവസരം വന്നെത്തും. ധാർമ്മിക കർമ്മങ്ങൾക്ക് നേരം കണ്ടെത്തുന്നതാണ്. വസ്തുതർക്കും വ്യവഹാരമാവാൻ സാധ്യത കാണുന്നു. വിവാഹകാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകും. പ്രമാണങ്ങളിലും കരാറുകളിലും ഒപ്പിടുമ്പോൾ ജാഗ്രത കൈവെടിയരുത്. ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ മാധ്യസ്ഥം ഫലിച്ചേക്കില്ല. ഒന്നിലധികം കാര്യങ്ങളിൽ മുഴുകുന്നത് മാനസിക ക്ലേശം സൃഷ്ടിക്കാം. ബുധൻ, വ്യാഴം ദിവസങ്ങൾ ശുഭാരംഭങ്ങൾക്ക് വർജ്യം. ആശയങ്ങളും ചിന്തകളും മനസ്സിൽ ധാരാളമുണ്ടാവും. അവയെ ആവിഷ്കരിക്കാനും പ്രവൃത്തിപഥത്തിലെത്തിക്കാനും വിഷമിക്കും. അധികാരികളുടെ അനുകൂല കൈവരും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാം. യാത്രകളാൽ നേട്ടം വരുന്നതാണ്. സഹോദരന്റെ സ്ഥാപനത്തിൽ ഉയർന്ന പദവിയിൽ ജോലിക്കുചേരും. ജീവകാരുണ്യത്തിന് നേരം കണ്ടെത്തും. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതാണ്. നിക്ഷേപങ്ങൾ പുതുക്കാൻ നേരമാവും. വിരുന്നുകളിൽ പങ്കെടുക്കും. സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുണക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. മീനം രാശി. ഈ ആഴ്ച ഈ രാശിയിലെ ആളുകൾക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടേണ്ടിവരില്ല.
അതിനാൽ മാനസികവും ശാരീരികവുമായ സമ്മർദ്ദത്തിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുകയും പഴങ്ങളും പച്ച ഇലക്കറികളും കഴിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 4-ാം ഭാവത്തിൽ വരുന്നതിനാൽ സാമ്പത്തിക കാര്യത്തിൽ ഈ ആഴ്ച ആളുകൾക്ക് വളരെ നല്ലതായിരിക്കും. ഈ കാലയളവിൽ നിരവധി ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ സ്വത്ത് സമ്പാദിക്കുന്നതിനും ധാരാളം അവസരങ്ങൾ നൽകും. ബന്ധുക്കളുടെ അടുത്തേക്ക് ഒരു സന്ദർശനം നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ കുറച്ച് ആശ്വാസവും വിശ്രമവും നൽകും. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ സമയം നൽകാൻ നിങ്ങൾക്ക് കഴിയും. അതിനാൽ നിങ്ങൾ അവരെ പരിപാലിക്കുന്നുവെന്ന് അവർക്ക് തോന്നാം. ഇതിനായി അവരോടൊപ്പം നല്ല സമയം ചെലവഴിക്കുക. നിങ്ങളോട് പരാതിപ്പെടാൻ അവർക്ക് അവസരം നൽകരുത്. ഈ സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടോ നിങ്ങളുടെ സ്വന്തം സാഹചര്യങ്ങളോടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളെയോ വിശദീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ശാന്തവും മനോഹരവുമായ ഒരു സ്ഥലത്ത് പോയി അവരുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ച മുഴുവൻ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ നേടാൻ നിങ്ങൾക്ക് കഴിയും. ഇതുകൂടാതെ നിങ്ങളുടെ രാശിയിലെ ഗ്രഹങ്ങളുടെ സാന്നിധ്യം നിങ്ങൾ കഠിനാധ്വാനികളായി നിങ്ങളുടെ ജോലിസ്ഥലത്ത് കൂടുതൽ ഉൽപാദനക്ഷമതയുള്ളതും കാര്യക്ഷമവുമായി തീരുമെന്നും നിങ്ങളുടെ നയതന്ത്രവും നയപരവുമായ പെരുമാറ്റം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ എളുപ്പത്തിൽ നേരിടാൻ സഹായിക്കുകയും മേലുദ്യോഗസ്ഥരുടെ പ്രശംസക്കും ഇടയാക്കും. ഈ ആഴ്ച വിദ്യാർത്ഥികൾ അവരുടെ ചങ്ങാതിമാരുമായുള്ള കൂട്ടുകെട്ടിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ തെറ്റായ സഹവാസം കാരണം സ്കൂളിലോ കോളേജിലോ നിങ്ങളുടെ പ്രതിച്ഛായയെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അധ്യാപകരുടെ പിന്തുണയും നിങ്ങൾക്ക് നഷ്ടമാകാം. കൂടുതൽ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സമ്മർദ്ദം വർദ്ധിക്കും. എന്നാൽ ഇത് ജൂലൈ അവസാനത്തോടെ അന്ത്യത്തിലെത്തൂ. വസ്തു ഇടപാടുകൾ നടക്കുന്നിടത്തോ അല്ലെങ്കിൽ നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങൾ വ്യക്തിപരമാണെങ്കിൽ കരാറുകളിൽ എത്തിച്ചേരുന്നതിന് ഈ കാലയളവ് അനുയോജ്യമാണ്. ആശയങ്ങളും ചിന്തകളും മനസ്സിൽ ധാരാളമുണ്ടാവും. അവയെ ആവിഷ്കരിക്കാനും പ്രവൃത്തിപഥത്തിലെത്തിക്കാനും വിഷമിക്കും. അധികാരികളുടെ അനുകൂല കൈവരും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാം. യാത്രകളാൽ നേട്ടം വരുന്നതാണ്. സഹോദരന്റെ സ്ഥാപനത്തിൽ ഉയർന്ന പദവിയിൽ ജോലിക്കു ചേരും. ജീവകാരുണ്യത്തിന് നേരം കണ്ടെത്തും. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതാണ്. നിക്ഷേപങ്ങൾ പുതുക്കാൻ നേരമാവും. വിരുന്നുകളിൽ പങ്കെടുക്കും. സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുണക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. ഉത്തമ വിശ്വാസങ്ങളിൽ ചിലത് അങ്ങനെയല്ലെന്ന് അറിയുന്നത് മനോവേദ സൃഷ്ടിക്കാം. പുതിയ ഭാഷയോ സാങ്കേതിക വിദ്യയോ പഠിപ്പിക്കുന്ന കോഴ്സുകളിൽ ചേരുന്നതാണ്. രോഗക്ലേശിതർക്ക് പൂർണ്ണസുഖപ്രാപ്തി തുടർ ചികിത്സകൾ ആവശ്യമായി വരാം. സുഹൃത്തുക്കളുടെ എല്ലാ അഭിപ്രായങ്ങളും കണ്ണടച്ച് വിശ്വസിക്കരുത്. പണച്ചെലവ് കുറയ്ക്കാൻ കഴിഞ്ഞേക്കും. ഉപജാപങ്ങളെ മൗനം കൊണ്ട് പ്രതിരോധിക്കും. സർവീസിൽ നിന്നും പിരിഞ്ഞവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടാൻ ആവർത്തിത ശ്രമങ്ങൾ വേണ്ടിവരും. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സാധിച്ചേക്കും. കർമ്മപുരോഗതി ഉണ്ടാവുന്ന വാരമായിരിക്കും. ആസൂത്രിത ശ്രമങ്ങൾ ഫലവത്താകുന്നതാണ്. പതിവിലുമധികം യാത്രകൾ വേണ്ടിവരാം. അവയിൽ തീർത്ഥാടനവും ഉൾപ്പെട്ടേക്കും. പകരക്കാരെ ബിസിനസ് ചുമതലകൾ ഏൽപ്പിക്കുന്നത് കരുതലോടെ വേണം. കുടുംബകാര്യങ്ങൾ തൃപ്തിയേകും. ശത്രുക്കൾ മിക്കവാറും നിശബ്ദരാവുന്നതാണ്. പിതാവിന്റെ ഗുരുവിന്റെ വാക്കുകൾ ആശങ്കകളെ അകറ്റും. വസ്തുക്കളുടെ പരിപാലനത്തിന് ചെലവാകുന്ന ധനം കൂടി വരുന്നതിൽ ആശങ്കപ്പെടാം. വാരാന്ത്യദിനങ്ങളിൽ ശുഭകാര്യങ്ങൾ കൈക്കൊള്ളരുത്.